എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കിലെ മുൻവർഷ ചോദ്യങ്ങളിലെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. നമുക്കറിയാം, എല്ലാ പരീക്ഷകൾക്കും LGS ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, 10th ലെവൽ പ്രിലിംസ്, ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഡിഗ്രി ലെവൽ മെയിൻസ്, എല്ലാ വിഷയങ്ങൾക്കും എല്ലാ പരീക്ഷകൾക്കും ഉള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടന. പഠിച്ചാൽ കുറച്ച് ഓർമ്മ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയ ഒരു മോക്ക് ടെസ്റ്റ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ മോക്ക് ടെസ്റ്റ് നോക്കാം. കിട്ടിയ മാർക്ക് എല്ലാവരും കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. ഉത്തരം ഓപ്ഷൻ എ, ഹേബിയസ് കോർപ്പസ്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആനന്ദമഠം. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഉത്തരം ഓപ്ഷൻ ബി, സുകുമാർ സെൻ. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായ വനിതകൾ ആരെല്ലാം? താഴെ പറയുന്നവരിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായ വനിതകൾ ആരെല്ലാം? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഉത്തരം ഓപ്ഷൻ ഡി, ഇവ എല്ലാം. അടുത്ത ചോദ്യം: ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? ഉത്തരം ഓപ്ഷൻ ഡി, 61. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ എ, സോവിയറ്റ് യൂണിയൻ. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഇവ എല്ലാം. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി, 22. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിൽ ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, വകുപ്പ് 21. അടുത്ത ചോദ്യം: കേരളത്തിൽ രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ രാജ്യസഭാ സീറ്റുകൾ എത്ര? ഉത്തരം ഓപ്ഷൻ സി, 9. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം: അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീലങ്ക. അടുത്ത ചോദ്യം: ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് മരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് മരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ബാസപ്പ ദാനപ്പ ജെട്ടി. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ? രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച്
പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ? ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 97. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം? അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം? ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 51D. അടുത്ത ചോദ്യം, സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 39B. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്? ഉത്തരം ഓപ്ഷൻ സി നവംബർ 26, 1949, ജനുവരി 26, 1950. അടുത്ത ചോദ്യം, ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്? ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്? ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം 356. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി സച്ചിദാനന്ദ സിൻഹ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി? ഇന്ത്യൻ ഭരണഘടനയിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി? ഉത്തരം ഓപ്ഷൻ സി ഭേദഗതി 42. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി അയിത്താചരണ നിർമ്മാർജ്ജനം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി വനം. അടുത്ത ചോദ്യം, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രത്തലവന്റെ പേര്. അടുത്ത ചോദ്യം, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം? വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം? ഉത്തരം ഓപ്ഷൻ സി 40. അടുത്ത ചോദ്യം, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം ഓപ്ഷൻ സി ലോർഡ് റിപ്പൺ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക. വകുപ്പ് 44. ഇത്രയുമാണ് ഭരണഘടനയിൽ നിന്നുള്ള മുൻകാല ചോദ്യപേപ്പറുകളിൽ നിന്നും തെരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാ പരീക്ഷകൾക്കും ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് ഭരണഘടന. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി ഓർത്തെടുത്ത് പഠിക്കുക. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എത്ര പഠിച്ചാലും വീണ്ടും വീണ്ടും PYQ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിൽ ഓർത്തു വയ്ക്കാനായി സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ പഠിച്ച് വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ ആവും. നമുക്ക് നെഗറ്റീവ് മാർക്ക് കൂടുതൽ വരാനായും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ മോക്ക് ടെസ്റ്റ് കൃത്യമായി ചെയ്യുക. അതിൻ്റെ മാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ
ക്ലാസ്സുകൾക്കും മോക്ക് ടെസ്റ്റുകൾക്കുമായി എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.